ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലു മാറി കരളിൽ കൃപ നിറയും. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. കടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന്
ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നലും കേട്ടിടത്ത് നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നലും കേട്ടിടത്ത് നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളെ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന പേർ വിളിക്കണം. സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് യോസേപ്പിനോട് പറയുന്നതായ വാക്യമാണിത്. എൻ്റെ ഭാര്യയായ മറിയ അവളുടെ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളെ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ തൻ്റെ ജനത്ത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവനിൽ വിശ്വസിക്കുന്നവർ സർവ്വലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടി ഈ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് നിത്യമായ സത്യമാണ്. എന്നാൽ ആർക്കാണ് പാപത്തിൽ നിന്നുള്ള രക്ഷ കിട്ടുന്നത്? അവനിൽ വിശ്വസിക്കുന്നവന്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളെ രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന പേരിടണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ സ്വർഗത്തിലെ ദൂതൻ പാവപ്പെട്ട ആട്ടിടയന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ബത്ലഹേമിൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷം സ്വർഗത്തിലെ ദൂതന്മാർ ഇടയന്മാരോട് പറയുകയാണ്: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. വചനം കേൾക്കുന്ന സഹോദരീ സഹോദരങ്ങളെ, ഈ മഹാസന്തോഷം നാം അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് ക്രിസ്ത്യാനികളെങ്കിലും ഈ മഹാസന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ആ ക്രിസ്തുവിനെ സ്വന്തമാക്കാതെ ഈ മഹാസന്തോഷം കിട്ടുകയില്ല. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യർക്കും മഹാസന്തോഷം ഉണ്ടാകുവാനുള്ളതായ ആ മഹാസന്തോഷമാണ് ബത്ലഹേമിൽ ജനിച്ചത്. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സ്തോത്രം. എനിക്ക് നിങ്ങൾക്കും വേണ്ടി സൗജന്യ ദാനമായി സ്വർഗത്തിലെ പിതാവായ ദൈവം തന്നിരിക്കുന്നതായ സമ്മാനമാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ നിങ്ങൾക്കായി യെരൂശലേമിലെ ബത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ യെരൂശലേമിലെ ബത്ലഹേമിൽ ജനിച്ചാൽ പോരാ, ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആത്മാവിൽ ജീവിക്കുന്നു. ഓരോ മനുഷ്യരുടെ ഹൃദയങ്ങളുടെയും വാതിൽക്കൽ അവൻ മുട്ടുന്നു. അവനെ ആര് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ അവർക്ക് ഈ മഹാസന്തോഷമുണ്ട്. നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക, എനിക്ക് ആ മഹാസന്തോഷം കിട്ടിയിട്ടുണ്ടോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലയച്ചത് ലോകത്തെ വിധിപ്പാനല്ല,
ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ബത്ലഹേമിലേക്ക് തൻ്റെ പുത്രനെ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യനെയും ന്യായം വിധിക്കാനല്ല, പിന്നെയോ ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇന്ന് ദൈവജനം വാസ്തവമായി ഇത് ഹൃദയംഗമായി ഈ വചനമൊന്ന് സ്വീകരിക്കുമോ? ഞാൻ രക്ഷിക്കപ്പെടുവാൻ, ലോകമൊക്കെയും രക്ഷിക്കപ്പെടുവാൻ, ഈ ദൈവസ്നേഹം എല്ലാവരും അറിയുവാൻ, അനുഭവിപ്പാൻ, അതിനായി ദൈവം തൻ്റെ പുത്രനായി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ 6000 വർഷങ്ങൾക്ക് മുൻപ് ഏദനിൽ വെച്ച് നിത്യനായ ദൈവം ആദാമിനോട് പറയുന്ന വാക്തത്വമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കും, നിന്നെ വഞ്ചിച്ച ആ സർപ്പത്തിൻ്റെ തലയെ സ്ത്രീയുടെ സന്തതിയായവൻ തകർക്കും. അത് നിത്യനായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ചരിത്രത്തിൻ്റെ നെറുകയിൽ സംഭവിച്ചതായ സത്യമാണ്. പൊന്തിയോസ് പീലാത്തിയോസിൻ്റെ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും രക്ഷ സൗജന്യമായി തരുവാൻ വേണ്ടി. ആര് വിശ്വസിക്കുന്നുണ്ട്? ആ വിശ്വസിക്കുന്നതിൻ്റെ പ്രകടമായ അടയാളമാണ് കുരിശ് വരയ്ക്കുന്നത്. ആ യേശുവിനെ, രക്ഷകനായ ക്രിസ്തുവിനെ സ്വന്തം കർത്താവ് രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പ്രകടമായ അടയാളമാണ് കുരിശ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെ ഓർത്ത് നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്കും ഇടത്തേതിൻ്റേതായിരുന്ന ശാപകരമായ അവസ്ഥയിലായിരുന്ന നിത്യനരകത്തിലേക്ക് പോകേണ്ടവരായിരുന്ന എന്നെയും നിങ്ങളെയും വരത്തിയതിൻ്റേതാക്കി തീർത്തതിനാൽ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന വാക്ക് കേൾക്കുവാൻ തക്കവണ്ണം ദൈവമക്കളാക്കി തീർത്തതിനാൽ ഇടത്തെ തോളിൽ നിന്നും വലത്തെ തോളിലേക്കും കുരിശ് വരയ്ക്കുന്നു. കുരിശ് വരയ്ക്കുന്നവൻ പാപത്തിന് മരിച്ചവനാണ്. ക്രിസ്തുവിനെ സ്വന്തം കർത്താവ് രക്ഷിതമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവനാണ്. ആണോ പ്രിയപ്പെട്ടവരെ? അല്ല എങ്കിൽ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നടക്കണം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് 780 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ കൃത്യമായി പ്രവചിച്ചു, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കുവാൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്തതായ വാഗ്ദത്തം മറന്നുപോയ മനുഷ്യന് വീണ്ടും യേശുവിൻ്റെ ജനനത്തിന് മുൻപ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സ്ത്രീയുടെ സന്തതിയായൊരു മകൻ ജനിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇസ്രായേൽ എത്തുന്നത് വിഷയമല്ല. എന്താണ് കാരണം? അവർക്ക് ദേവാലയമുണ്ട്, ന്യായപ്രമാണമുണ്ട്, അവർക്ക് ആരാധനയുണ്ട്, യാഗമുണ്ട്, പെരുന്നാളുണ്ട്, ചടങ്ങുകളും ആചരണങ്ങളും എല്ലാമുണ്ട്. ഇനി മറ്റൊരു രക്ഷകനെ അവന് വേണ്ട. ഹൃദയംഗമായി അവനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതിന് ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാനിട വന്നു. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ 780 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് അത് നിവൃത്തിയായിരിക്കുന്നു എന്നാണ് മത്തായി 1:22 നാം കാണുന്നത്. അവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇമ്മാനുവേലാണ് ദൈവം. ആരാണ് പ്രിയപ്പെട്ടവർ? അവനങ്ങ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത ഭാഗത്ത് സിംഹാസനത്തിരുന്ന് മാലാഖമാരുടെ സ്തുതികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ ഇരിക്കുന്നവനല്ല. അവൻ നമ്മോടുകൂടെ ഈ ഭൂമിയിൽ വസിക്കുന്ന ഓരോ മനുഷ്യനോടുകൂടെയും വസിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നവനായ ക്രിസ്തു. എൻ്റെ പാപാവസ്ഥയിൽ, എൻ്റെ രോഗാവസ്ഥയിൽ, എൻ്റെ ബലഹീനതകളിൽ, ഞാൻ ഭയപ്പെടുന്ന രംഗങ്ങളിൽ ദാവീദ് പറയുന്നത് പോലെ കൂരിരുൾ താഴ്വരയിൽ കൂടിയിരിക്കുന്നവനായി ഇറങ്ങി വന്നവനായ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നല്ലവനായ കർത്താവിനെ അപ്പോസ്തലരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറയും. 5:31, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകരുത്.
സ്വർഗത്തിലെ മഹിമാസനം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് വന്നത് നിങ്ങൾക്കറിയാം. വെട്ടുകുഴിയിൽ പ്രസവിച്ചു. പാവപ്പെട്ട കന്യകമറിയാവും യോസേഫ് പിതാവും കൂടെ തുണിയിൽ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന വേദോസ്തിൽ വായിക്കുന്നു. ഈ താഴ്മ ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നവൻ, ആരോരുമില്ലാത്തവനായി, ഒരു ഇഞ്ച് ഭൂമി പോലും സ്വന്തമായില്ലാത്തവനായ യേശു ക്രിസ്തു. അവൻ ആരാണ്? അപ്പോസ്തലനായ പത്രോസ് പറയും, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. മറക്കരുത്, ഇന്ന് നാവിട്ട് വട്ടുതട്ടുന്ന ഈ യേശു ഈ ലോകത്തിലെ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം യേശുവെ യേശുവെ എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനി, ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിൻ്റെ ആവശ്യങ്ങൾ നേരിട്ട് സാധിച്ചു കിട്ടിക്കഴിയുമ്പോൾ അവനെ തട്ടി മാറ്റിയിട്ട് നിന്റെ സ്വന്തം വഴിക്ക് പോകുന്ന ക്രിസ്ത്യാനി, ഈ ക്രിസ്തു ആരാണെന്ന് നിനക്കറിയാമോ? അതാണ് നാം വായിച്ചു കേട്ടത്. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. പിതാവായ ദൈവം തൻ്റെ വലം കൈയിൽ ഉയർത്തി സ്ഥാപിച്ചിരിക്കുന്ന രക്ഷിതാവാണ് അവൻ, പ്രഭുവാണ് കർത്താവായ യേശു ക്രിസ്തു. മറക്കരുത്, നീ എത്ര താഴ്ത്തിയാലും അവൻ താഴുകയില്ല. പിതാവായ ദൈവം തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ യോഗ്യനാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയും. അപ്പോസ്തലപ്രവൃത്തി 13:23, അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. ദൈവിക വാഗ്ദത്ത പ്രകാരം ആ വാഗ്ദത്തം ദൈവം ആദാമിന് കൊടുത്തു. ആ വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുത്തു. വിശ്വാസികളായിരുന്ന പിതാക്കന്മാർക്കെല്ലാം കൊടുത്ത വാഗ്ദത്തം. അതാണ് പൗലോസെ ഓർപ്പിക്കുന്നത്. ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്ന് ആ രക്ഷിതാവിൻ്റെ സ്വരം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് അലയടിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്കൽ വന്ന് നിൽക്കുന്നു. ഇത് നിർമ്മലമായ സത്യമാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. അത് മനുഷ്യരെ ജീവിപ്പിക്കുന്നതാണ്. അത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അവന് ജീവൻ കിട്ടുന്നതാണ്. സംശയിക്കേണ്ട. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ജീവനാണെന്ന് പറഞ്ഞു. ആ വചനത്താലാണ് നിത്യനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യൻ്റെ മൂക്കിലേക്ക് ദൈവം തൻ്റെ ജീവശ്വാസമൂതി. അതേ ജീവശ്വാസമാണ് ഈ വചനം. മറക്കരുത്, ആ വചനം ജീവനാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. സഭയുടെ പിതാക്കന്മാർ നമ്മെ ഓർപ്പിച്ചു. ഈ വചനം നീ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നിനക്ക് ജീവനാണ്, അത് ചൈതന്യമാണ്, അത് നിന്നെ അനുഗ്രഹത്തോടെ നടത്തും, യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരം തൻ്റെ ശിഷ്യനായ തീമോത്തിയോസിനെ ഇപ്രകാരം ഓർപ്പിച്ചു. 1 തീമോത്തിയോസ് 1:15, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഇന്ന് പരാജയ ഭീതിയോടെ കഴിയുന്ന സഹോദര, ജയജീവിതമില്ലാതെ വലയുന്ന സഹോദരി, വളരെ വ്യക്തമായി നീ കേട്ടുകൊള്ളുക. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. നീ എത്ര ഉന്നത പദവിയിലുള്ളവനായാലും, നീ എത്ര കോടീശ്വരനായാലും, നിനക്കെത്ര സ്ഥാനമാനങ്ങളുണ്ടായാലും, നിനക്ക് ഈ ലോകത്തിൽ എത്ര ജ്ഞാനമുണ്ടെങ്കിലും, വാസ്തവമായ ദൈവത്തിലേ നീ ഉറഞ്ഞുകൊള്ളുക. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ അംഗീകരിപ്പാൻ യോഗ്യമായ ഏകവചനം അതാണ്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. സഹോദര, നീ രക്ഷിക്കപ്പെട്ടുവോ? പാപത്തിൽ രക്ഷിക്കപ്പെട്ടുവോ? സാത്താനിൽ രക്ഷിക്കപ്പെട്ടുവോ? നീ സാത്താൻ്റെ അടിമത്തത്തിൽ രക്ഷിക്കപ്പെട്ടുവോ? ഇന്ന് നിരാശ ബാധിക്കാറുണ്ടോ? നിനക്ക് ആരുടെങ്കിലും കയ്പ് തോന്നാറുണ്ടോ? എന്തെങ്കിലും ഒരു പാർശ്വാലിറ്റി നിൻ്റെ അകത്തുണ്ടോ? സ്വാർത്ഥതയുടെ കണികകൾ നിനക്കുണ്ടോ? ആ രക്ഷയിൽ നീ അകന്നാണ് നിൽക്കുന്നത്. കാരണം രക്ഷകനായ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നവനിൽ പാപം വരില്ല, ഉറപ്പാണ്. നിനക്ക് തന്നെത്താൻ കണ്ടുപിടിക്കാം. ശാന്തമായി ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാമോ? ഇപ്പോൾ ഈ സമയം നിനക്ക് നിന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, എന്നിൽ നീരസമുണ്ടല്ലോ, എനിക്ക് കയ്പുണ്ടല്ലോ, എനിക്ക് അശുദ്ധി ഉണ്ടല്ലോ, എനിക്ക് ഈ ലോകത്തിലേക്കുള്ള സ്നേഹമുണ്ടല്ലോ,
ഒന്ന് കണ്ടെത്തിയിട്ട് ദൈവത്തിലേക്ക് ഇറങ്ങി വിട്ടാൽ മതി, അത് നീ അങ്ങ് ഉപേക്ഷിച്ചാൽ മതി. കർത്താവ് നിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ ഈ സമയം, ആ പാപത്തോടെ നീ യാത്ര പറഞ്ഞാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരം പറയും: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. മറക്കരുത്, അതിപരിശുദ്ധനായ പിതാവായ ദൈവത്തിലേക്ക് നമുക്ക് നേരിട്ട് ചെല്ലാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, ആ ദൈവത്തെ കാണുവാൻ ആർക്കും സാധ്യമല്ല. അവനെ കണ്ടാർക്കും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. ജഡീകനായ മനുഷ്യന് നിത്യനായ ദൈവത്തെ കാണാൻ സാധ്യമല്ല. എന്നാൽ അപ്പോസ്തലൻ എന്താണ് പറഞ്ഞത്? താൻ മുഖാന്തരം മനുഷ്യനായി ഈ ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുവാൻ വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാനും അവൻ പ്രാപ്തനാകുന്നു. സഹോദര, നിനക്ക് ജീവൻ തന്നത് ദൈവമാണെങ്കിൽ, ദൈവം തന്ന ജീവനിലാണ് നീ ഇന്ന് ജീവിക്കുന്നതെങ്കിൽ, നിന്നോട് പക്ഷപാതം ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുന്നുണ്ട്. നിൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷം വരെയും നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയാമോ? വേറെ ആരുമല്ല. അപ്പന്മാരും അമ്മമാരും ഭാര്യമാരും ഭർത്താവുമാരും മക്കളുമാരും സ്വത്തുമാരും മനുഷ്യന്മാരും ഒരിക്കലും മാറാത്തവനായ കൂടിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ സദാ ജീവിക്കുന്നവനാകയാൽ എന്താണ് അപ്പോസ്തലൻ ഓർപ്പിച്ചത്? അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. സഹോദര, ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ചെളിക്കുഴിയിൽ നിന്ന്, ആഴമുള്ള കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ പ്രാപ്തനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. വിശ്വസിക്കാമോ? അവൻ്റെ അടുക്കിലേക്ക് നിൻ്റെ ഹൃദയം ഒന്ന് തുറക്കാമോ? ആ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിക്കാമോ? വേറൊന്നും വേണ്ട മോനെ, വിശ്വസിച്ചാൽ മാത്രം മതി. വേറൊന്നും ചെയ്യണ്ട. നീ 10 പൈസയും കൊടുക്കണ്ട, വേറൊന്നും നീ ചെയ്യണ്ട, നിനക്കുള്ള ഒന്നും നീ കൊടുക്കണ്ട. നിനക്കുള്ള എന്തിനാണ് ദൈവത്തിന്? ഈ സർവ്വത്തിൻ്റെയും ഉടയവനല്ലേ കർത്താവ്. നിൻ്റെ ഹൃദയം അവന് കൊടുക്കുക, അവനെ നീ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ പറയും, ക്രിസ്തുവിൻ്റെ മാർവിൽ ചാരിയിരുന്ന അപ്പോസ്തലന്മാരുടെ പ്രായം കുറഞ്ഞവനായ യോഹന്നാൻ, 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറയും: പിതാവ് പുത്രനെ രക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. കർത്താവിനെ കണ്ട് കർത്താവിനോട് കൂടെ ഇരുന്ന് അവൻ്റെ തിരുമാർവിൽ ചാരി അവനോടടക്കം പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിയവനായ യോഹന്നാൻ അപ്പോസ്തലൻ എന്നാണ് പറഞ്ഞത്? പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. വിശ്വാസി, നെയ്യും പറയേണ്ട സാക്ഷ്യം ഇതാണ്, വേറൊന്നുമല്ല. നീ വേറെ ദിവസത്തിലെ വാക്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല സാക്ഷ്യം. എന്താണ് സാക്ഷ്യം? ഞാനവനെ അറിയുന്നു, ഞാനവനെ അനുഭവിക്കുന്നു, ഞാനവനെ കണ്ടിരിക്കുന്നു. എൻ്റെ ആത്മകണ്ണാൽ നീ അവനെ കണ്ടുവോ? ഇറ്റ് ഈസ് യുവർ ഫീലിംഗ്. നിൻ്റെ അനുഭവമായി മാറിയോ? ഞാൻ എൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ചലിക്കുന്നത് ആ സ്ത്രീക്കറിയാം. അവളുടെ കണ്ണുകൊണ്ട് അവൾ കാണണ്ട. അവളുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ചലിക്കുന്നു, അനങ്ങുന്നു എന്നുള്ളത് അവൾക്കറിയാം. 10,000 പേര് അവളുടെ ചുറ്റും നിന്നോട് നിനക്ക് വെറുതെ തോന്നലാണ്, നിനക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാലും അവൾ പറയും, ഇറ്റ് ഈസ് മൈ ഫീലിംഗ്, അതെൻ്റെ അനുഭവമാണ്. സഹോദര, ഈ കർത്താവായ യേശു ക്രിസ്തു നിനക്കൊരു അനുഭവമാണോ? നിനക്കൊരു യാഥാർത്ഥ്യമാണോ? നീ അവനെ അനുഭവിക്കുന്നുണ്ടോ? അവൻ നിന്നോട് സംസാരിക്കാറുണ്ടോ? അവൻ നിന്നെ കൈപിടിച്ച് വഴി നടത്താറുണ്ടോ? അവൻ നിന്നെ കറക്റ്റ് ചെയ്യാറുണ്ടോ? അവൻ നിനക്ക് ഉപദേശങ്ങൾ തരാറുണ്ടോ? അത് നീ സ്വീകരിക്കാറുണ്ടോ? അവൻ്റെ നിർപ്പാദത്തിൽ നീ വീഴാറുണ്ടോ? അവൻ്റെ മുറിവുകളെ നീ ചുംബിക്കാറുണ്ടോ? നീ അനുഭവിച്ചു കൊള്ളുക. അവൻ നിസ്സാരനൊന്നും അല്ല കേട്ടോ. അതാരാണെന്നറിയാമോ? സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. ഈ ഭൂമിയിലെ മനുഷ്യർക്ക് സകല അധികാരങ്ങളും കൊടുക്കാൻ അധികാരപ്പെടുത്തപ്പെട്ട മനുഷ്യൻ. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. നിന്നെ നടത്താൻ മതിയായവനായ ക്രിസ്തു. നമുക്ക് വീണ്ടും വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെയും മറക്കല്ല്. മാമോദീസ തൊട്ടിയിൽ വെച്ച് നിൻ്റെ സ്നാന സമയത്ത് ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു: ഞാൻ സാത്താനെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു, മശീഹാരംപുരാനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവ് എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. സഹോദരാ, നീ പറഞ്ഞതല്ലേ? പറഞ്ഞത് ദൈവത്തോടല്ലേ?
അതവിടെ രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിട്ടില്ലേ? അതൊരു സൗകര്യം പോലെ മറക്കാവുന്നതോ മായ്ക്കാവുന്നതോ അല്ലല്ലോ. ആ വാക്ക് നീ ദൈവത്തോട് പറഞ്ഞിട്ട് പിന്നെ ജീവിതത്തിൽ പാപം വന്നോ? എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ മായ്ച്ച് കളയും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യമാണ്. നിത്യനായ ദൈവത്തിൻ്റെ കൃത്യമായ വചനമാണ്. എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയും. സഹോദര, ഇന്ന് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ? എന്തിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്? വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ജീവൻ്റെ പുസ്തകത്തിൻ്റെ പേര് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും ആ പേരെഴുതി ചേർക്കുവാൻ, നിൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയുവാൻ, സ്മരണയുടെ പുസ്തകത്തിൽ നിന്ന്, ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് ഓൾറെഡി റെക്കോർഡായിരിക്കണം. നിൻ്റെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് ആ പാപങ്ങൾ തന്നെ സ്മരണയുടെ പുസ്തകത്തിൽ നിന്ന്, ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് ജീവൻ്റെ പുസ്തകത്തിൻ്റെ പേര് എഴുതി ചേർക്കുവാൻ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ. സഹോദര, നീ കാണാതെ പോയ ദ്രമ്യയാണോ? ശാന്തമായി ചിന്തിച്ച്. നീ കാണാതെ പോയ ആടാണോ? നീ കാണാതെ പോയ മനുഷ്യപുത്രനാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. തിരഞ്ഞ് രക്ഷിപ്പാൻ കർത്താവായ യേശു വന്നിരിക്കുന്നു. ഇന്നും വന്നിരിക്കുന്നു. നിൻ്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു. നീ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. നിന്നെ തേടിയവൻ വന്നിരിക്കുന്നു. നിന്നെ അവൻ ഓമനപ്പേറിൽ വിളിക്കുന്നു. നിന്നെ അറിയാവുന്നവനായ ദൈവം, നിന്നെ സൃഷ്ടിച്ചവനായ കർത്താവ് നിന്നെ ഓമനപ്പേറിൽ വിളിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നു. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറഞ്ഞു, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വിശ്വാസി, ക്രിസ്ത്യാനി, നീ കുരിശ് വരയ്ക്കുന്നത് എന്തിനാണ്? നീ കുരിശ് ധരിക്കുന്നത് എന്തിനാണ്? നീ കുരിശിനെ ആദരിക്കുന്നത് എന്തുകൊണ്ടാണ്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ സൗഖ്യം നീ അനുഭവിച്ചു. ഇനി നീ അനുഭവിക്കാതെ പോകരുത്. അതിനാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് വന്ന് ഇതാ ലോകാവസാനം വരെ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു അവൻ എന്തിനാണ് വന്നത്? സർവ്വലോകത്തിൻ്റെയും പാപം സ്വന്തമായി ചുമന്നുകൊണ്ട് അവൻ ക്രൂശിലേക്ക് കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ തിരുമുറിവുകൾ കണ്ട്, അവൻ്റെ തിരുമുറിവുകൾ ധ്യാനിച്ച്, ആ തിരുമുറിവുകളിൽ ഉമ്മ വെച്ച്, ആ തിരുരക്തത്തിൻ്റെ മേൽ വീഴുമ്പോൾ, പാപത്തോടെ നീ എന്നേക്കുമായി യാത്ര പറയുമ്പോൾ, ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ അവനെ സ്നേഹിക്കും. അവനെ സ്നേഹിച്ചാൽ നീ പാപത്തെ വെറുക്കും. വളരെ വ്യക്തമാണ്. യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായ ക്രൂശിൽ മരിച്ചു എന്നുള്ളത് വാസ്തവമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവനോട് സ്നേഹം വരും. യേശു ക്രിസ്തുവിനോട് എനിക്ക് സ്നേഹം വന്നാൽ സ്വാഭാവികമായി ഞാൻ പാപത്തെ വെറുക്കും. അങ്ങനെ പാപത്തെ വെറുത്തവരാണ് ക്രിസ്ത്യാനി. അങ്ങനെ പാപത്തെ വെറുത്തവരാണ് സ്നാന സമയത്ത് വാക്ക് പറയുന്നത്, ഞാൻ പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നു. മശിഹാരംപരാനെ എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവുമായി, എൻ്റെ നാഥനും എൻ്റെ ഉടയവനുമായി, എൻ്റെ സർവസ്വവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. സ്വീകരിച്ച മകനെ, മനോഹരമായ അവസരം ദൈവം നിനക്ക് തന്നിരിക്കുന്നു. ആ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നിനക്ക് ദൈവം മനോഹരമായ ഒരു അവസരം ഇപ്പോൾ തന്നിരിക്കുകയാണ്. നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അവൻ നമ്മുടെ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തമാകുന്നു. മറക്കല്ല്. 7 ഭൂതങ്ങൾ ബാധിച്ച ഭക്തലക്കാരതി മറിയുടെയും ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെയും ഏതെല്ലാം പാപങ്ങൾ വീണുപോയ ഏത് കൊടുംപാപിയുടെയും അവൻ നമ്മുടെയും സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമാകുന്നു. മറക്കല്ല്. സകല പാപങ്ങളുടെയും പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. അവൻ സജീവമായി ജീവിക്കുന്നു. അവൻ എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാറുകൾ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. അവൻ എന്നെ നിങ്ങളെ മോഹനപ്പേറിൽ വിളിക്കുന്നു. എന്താണ് അവൻ പറയുന്നത്? അവൻ പാപത്തിൻ്റെ കുറ്റം ശിക്ഷ ഭരിക്കുന്നവനാണോ? അല്ലോ പ്രിയപ്പെട്ടവർ. അവൻ വീണ്ടും അവസരങ്ങൾ തരുന്നവനാണ്. മാനസാന്തരപ്പെടുവാൻ, ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നിനക്ക് അവസരത്തേക്ക് തരുന്നവനാണ്. കർത്താവ് അവരോട് അവസരങ്ങൾ കൊടുത്തിട്ടില്ലേ? ഉണ്ട്.
വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് ന്യായപ്രമാണപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട സ്ത്രീയോട് പോലും കർത്താവ് എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. അവൾക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു. മകനെ, സഹോദര, സഹോദരി, പാപത്തിൽ വലയുന്ന സഹോദര, നിനക്ക് ദൈവം വീണ്ടും ഒരു അവസരം തരുന്നു. ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. മനസ്സാണോ? അതിനെ സ്വീകരിപ്പം നിനക്ക് മനസ്സാണോ? 38 വർഷമായി പക്ഷപാതരോഗിയായി കിടന്നൊരു മനുഷ്യനെ കർത്താവ് യേശു ക്രിസ്തു സൗജന്യമായി സൗഖ്യം കൊടുത്തു. കർത്താവിനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തന്മയെ അനുഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്തത്. അവന് അവസരം കൊടുത്തു. 38 വർഷമായുള്ള അവൻ്റെ പക്ഷപാതം അവൻ ചെയ്ത പാപത്തിന് ഫലമായി ഉണ്ടായതാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഞാൻ നിനക്ക് സൗജന്യമായി ക്ഷമിച്ചു തന്നിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നീ അറിഞ്ഞു, ഇനി നീ പാപം ചെയ്യരുത്, ഇതിനേക്കാളധികം തന്മയെ നിനക്ക് ഭവിക്കും. മുന്നറിയിപ്പ് കൊടുക്കുന്നവനായ കർത്താവ് എന്താണിത് പറയുന്നത്? അവനെ രക്ഷിക്കാനാണ്, അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ അവനെ എത്തിക്കാനാണ്. ആ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ നല്ലവനായ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ. ദൈവമക്കളെ, ഡിസംബർ മാസത്തിലെല്ലാവരും യേശു ക്രിസ്തുവിനായ ഹൃദയത്തെ ഒരുക്കുന്നതായ കാലമാണ്. ക്രിസ്മസിന് വേണ്ടി, ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കുന്നതിന് വേണ്ടി ഓരോ വിശ്വാസിയും ഒരുങ്ങുന്ന കാലമാണ്. ഹൃദയത്തെ ഒരുക്കാം. എങ്ങനെയാണ് ഒരുക്കുന്നത്? അത് സ്റ്റാർ കെട്ടിത്തൂക്കിയൊന്നുമല്ല, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയൊന്നുമല്ല, പുൽക്കൂട് ഉണ്ടാക്കിയൊന്നുമല്ല, അവിടെ ഓട്ടോമാറ്റിക് ലൈറ്റ് ഇട്ടിട്ടല്ല. എൻ്റെ ഹൃദയത്തിലെ പാപങ്ങളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മനസ്സറിഞ്ഞൊരു ജീവിതത്തിലൊരു പാപം വരികയില്ല എന്ന്, മരിക്കേണ്ട വന്നാലും ഇതൊരു പാപത്തിലേക്കില്ല എന്ന് നമ്മുടെ മുന്നേ പോകുന്ന യോസെഫിൻ്റെയും ദാനിയേലിൻ്റെയും പിറകിൽ നിന്നുകൊണ്ട്, വിശ്വാസികളായ അനേക പിതാക്കന്മാരുടെ പിറകിൽ നിന്നുകൊണ്ട് ഞാനും തീരുമാനിക്കുന്നു, മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് ഞാൻ പോവുകയില്ല. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് കർത്താവിനോട് നമ്മുടെ ഹൃദയം തുറന്ന് പറയാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി നീ ഞങ്ങൾക്ക് അയച്ചതോർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാരക്കല കർത്താവ് വന്ന് മുട്ട വിളിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സകല തിന്മകളെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് പോവുകയില്ല എന്ന് ഞങ്ങളിപ്പോൾ ഇതിനോട് വാക്ക് പറയുന്നു. മനസ്സറിയണമേ, യേശുവിൻ്റെ തിരുത്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലെ അയക്കണമേ, ആ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെല്ലാവരും നിന്നെ ആരാധിക്കുന്നവരായി, നിന്നെ സ്നേഹിക്കുന്നവരായി ഈ തലമുറയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ, മാനവമുഖത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.